ഹലോ ഗൈസ്, ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പ്രതീക്ഷിക്കാതെ നടുവിനൊരു പരിക്ക് പറ്റി ഹോസ്പിറ്റലിലായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ ഒരു ശോകമായിരുന്നു. അതൊക്കെ പോട്ടെ, ഇന്ന് രാവിലെ കുഞ്ഞാവ് ഫുൾ ട്രിപ്പ് മോഡായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു എന്നാലൊരു ട്രിപ്പ് പോകാം. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ ഓർമ്മ വന്നത്. 2 വർഷം മുമ്പ് ഞാനും ഏട്ടനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്നാ കുഞ്ഞാവയും കൂടി കാണട്ടെ അല്ലേ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. പുറത്തെ കാഴ്ചകൾ നല്ല രസമുണ്ടായിരുന്നു. കടൽ തീരത്തിന് ഓപ്പോസിറ്റാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. കുഞ്ഞാവ ഫുൾ ഹാപ്പിയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവന് ബോറിംഗ് അല്ലേ, അപ്പോൾ പുറത്ത് പോകുമ്പോഴാണ് അവനൊരു എൻ്റർടൈൻമെൻറ്റ്. കാർ പാർക്ക് ചെയ്ത് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നടക്കുകയാണ്. നല്ല വെയിൽ, ജലദോഷത്തെ പേടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. 150 രൂപയാണ് ടിക്കറ്റ്. കണ്ണൂരിൽ നിന്ന് 40 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഗജവീരനാണ് സ്വാഗതം ചെയ്യുന്നത്, കൂട്ടിന് കുതിരയും. ഇനി കുറച്ച് കാഴ്ച കാണാം. വിവിധ തരം ഫിഷ്, ബേർഡ്, ആനിമൽ എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ വൃത്തി എടുത്തു പറയേണ്ടതാണ്. 100-ലേറെ പക്ഷിമൃഗാദികൾ ഉണ്ടായിട്ടും വൃത്തിഹീനമായ ഒന്നും തന്നെ ഇവിടെയില്ല. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ, എന്നാലും നമുക്കതൊന്നും ഫീൽ ചെയ്യില്ല. നല്ല ഒരു ആംബിയൻസിൽ ഞാൻ നടന്നു പോകാം. നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കൂട്ടിലായതുകൊണ്ടായിരിക്കും പക്ഷികളൊക്കെ ആകെ ഡിപ്രഷനിലാണ്. ആരെയും മൈൻഡില്ല. നല്ല ചൂട് കാലാവസ്ഥയല്ലേ, അവര് കുളിക്കുകയാണ്. എല്ലാ പക്ഷികളും കുളിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ. നമ്മൾ കുറേ സമയം ഇവിടെ നോക്കി നിന്നു. ഇത് നമ്മുടെ ഒട്ടകപ്പക്ഷി. എന്താ പൊക്കല്ലേ. അടുത്ത് പോയി ഫോട്ടോ എടുത്താൽ കൊത്ത് കിട്ടിയാലെന്ന് കരുതി അധികം അങ്ങോട്ട് എടുക്കാൻ പോയില്ല. ഞങ്ങളുടെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് പുറം തിരിഞ്ഞിരിക്കുകയാണ് ഒട്ടകം. 150 രൂപ ടിക്കറ്റിൽ ഏതെങ്കിലും ഒരു ആനിമലിനെയോ ബേർഡിനെയോ നമുക്ക് കയ്യിലെടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അനിയത്തി പറഞ്ഞു ഞാൻ ആദ്യം കയ്യിലെടുക്കാമെന്ന്. അങ്ങനെ അവൾ പോയി എടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പുറത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ കാണാം, എങ്ങാനും കുത്തിയാലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടനൊന്നും എടുക്കണമെന്ന്. കുഞ്ഞാവയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്, എന്നാലും ഇപ്പം കൈ കിട്ടിയാൽ ശരിയാക്കി തരാമെന്നായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക. അവർ രണ്ടുപേരും കയ്യിലെടുത്തപ്പോൾ പിന്നെ ഞാൻ മാത്രം എടുക്കാതിരിക്കുന്നത് മോശമല്ലേ. ഞാനും എടുത്തു. ഇനി പിന്നെ ഫുൾ ഷോയാണ്. ഫോട്ടോ എടുക്കാൻ ഓരോരോ പോസ് ട്രൈ ചെയ്യാണ് കേട്ടോ. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നു.
ഞങ്ങൾ 5 പേരാണ് പോയത്. അപ്പോൾ 5 പാസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ ആനിമൽസിനൊക്കെ എടുക്കാനേ. അപ്പോൾ നമ്മൾ 3 എണ്ണേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പുറത്തെത്തിയതിന് ശേഷമാണ് ബാക്കി 2 എണ്ണം കൂടി ഉള്ള കാര്യം ഓർത്തത്. അപ്പം അതങ്ങോട്ട് നമുക്ക് മിസ്സായി. നമുക്ക് ആദ്യം തന്നെ ഫിഷിൻ്റെ ഫുഡ് കിട്ടും കേട്ടോ. അത് നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കുഞ്ഞൂട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളർഫുള്ളായിട്ടുള്ള ഓരോ ഫിഷസൊക്കെ ആയതുകൊണ്ടേ കുഞ്ഞു കുട്ടിയാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇവിടെ ഈ കോഴിക്ക് 4 കുട്ടികളുണ്ട് കേട്ടോ. അവരെ കൂടിന് താഴെയുണ്ട്. പിന്നെന്താ പറയുക, ഓരോരോ വെറൈറ്റി ആനിമൽസും ബേർഡ്സും ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് പെറ്റ് സ്റ്റേഷൻ്റെ പുതിയ ബിൽഡിംഗ് ആണ്. ബോറടിച്ചിരിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ലൊരു സ്പോട്ട് എന്ന് തന്നെ ഇതിനെ പറയാം കേട്ടോ. വാവയ്ക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. എന്താ ചെയ്യണ്ടേ, ഏതിനെ പിടിക്കണ്ടേ എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു അവൻ. ഇത് പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പാണ്. ഒരുപാട് പാവ, കുട്ടികളുടെ കളിക്കുന്ന ഐറ്റംസ്, ഇത് വാട്ടർ ബോട്ടിൽ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കളർഫുൾ ഐറ്റംസൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല രസമല്ലേ. അപ്പം നമ്മൾ അതിലൂടെ കുറേ നടന്നു. സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ട് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തേക്കെത്തി. കുഞ്ഞു മക്കൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത് നമുക്ക് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കുറച്ചുകൂടി ഇത് ഡെവലപ്പായി നല്ല നിലയിലെത്തട്ടെന്ന് നമുക്ക് ആശംസിക്കാം. വീണ്ടും വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി.